പ്രിയമുള്ളവരെ, ജ്ഞാനായ സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു സംഘടനയാണ് ജ്ഞാനായ യുവജന സമാജം. അതിൻ്റെ പേര് കാലാകാലങ്ങളിൽ മാറി ജ്ഞാനായ കോൺഗ്രസ് എന്നും സ്ത്രീയും കുടിയേറ്റവും ഒക്കെയുള്ള പേരിൽ മാറിയെങ്കിലും ജ്ഞാനായ സമുദായത്തിൽ ഇന്ന് നിലനിൽക്കുന്നതായ ചില പ്രത്യേക സാഹചര്യത്തിൽ സമുദായത്തിൻ്റെ പുരാതന കാലം മുതൽ നിലനിരുന്ന യുവജന സമാജം സജീവമാക്കുവാനും അതിൻ്റെ ആഭിമുഖ്യത്തിൽ സമുദായത്തിൽ വിവിധ പരിപാടികൾ ക്രമീകരിക്കുവാനുമായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ജ്ഞാനായ യുവജന സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള വിശ്വാസ ദൃഢതയ്ക്ക് ആഴം കൂട്ടുന്നത് തക്കവണ്ണം ഒരു വിശ്വാസ പ്രഖ്യാപന കുടുംബ സമ്മേളനം തിരുവല്ലയിൽ തിരുമൂലപുരത്തുള്ള മോർ ദിയസ്കോറോസ് മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നവംബർ മാസം 8-9 തീയതികളിൽ നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ജ്ഞാനായ സമുദായത്തിൻ്റെ അഖണ്ഡതയും അതിൻ്റെ പൈതൃകവും അതിൻ്റെ പാരമ്പര്യവും ജ്ഞാനായ സമുദായത്തിൻ്റെ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള പൂർണ്ണമായ വിധേയത്വവും അനുസരണവും കൂടുതലായി നടപ്പിലാക്കുന്നതിനും കൂടുതലായി അത് ശക്തമാക്കുന്നതിനുമാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതൊരു സമാന്തര മീറ്റിങ്ങുകളല്ല. ജ്ഞാനായ സമുദായത്തിൻ്റെ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള പരിപാവനമായ ബന്ധം അഭംഗുരം തുടരുവാനായിട്ട് ഉള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടതായ ഭാഗം. അങ്ങനെ ഇപ്പോൾ അത് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ആ ബന്ധത്തിന് ജ്ഞാനായ സമുദായത്തിൽ ചില ഉലച്ചിലുകൾ ഉള്ളതായി കാണുന്നുണ്ട്. അത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്ക് പൂർണ്ണമായ അനുസരണവും വിധേയത്വവും അവിടുന്ന് തരുന്നതായ അപ്പസ്തോലിക നിർദ്ദേശങ്ങൾ ഒരു മാറ്റവുമില്ലാതെ പരിപാലിക്കണമെന്നുള്ള ജ്ഞാനായ സമുദായത്തിൻ്റെ പാരമ്പര്യവും ഭരണഘടനയും അതുപോലെ പാലിക്കണമെന്നുള്ള നിർബന്ധമാണ് ഈ സമുദായത്തിന് ഞങ്ങൾക്കുള്ളത്. എന്നാൽ അതിന് വീഴ്ച വരുന്നതും അതിന് കോട്ടം വരുന്നതുമായ പല സംഗതികൾ സമുദായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം സമുദായ ഭരണഘടനയിൽ അന്ത്യോക്യ പാത്രിയർക്കീസിന് കൊടുത്തിരിക്കുന്നതായ അല്ലെങ്കിൽ പാത്രിയർക്കീസ് ബാവായിക്ക് കൊടുത്തിരിക്കുന്ന അധികാര അവകാശങ്ങൾ പരമാധികാരം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ ആത്മീയവും ഭൗതികവും ഭരണപരവും വൈദികവുമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ അധികാരം പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായിക്കുണ്ട്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ജ്ഞാനായ അസോസിയേഷൻ ഒരു ഭരണഘടനാ ഭേദഗതിയൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ വിശുദ്ധ പാത്രിയർക്കീസ് ബാവ അതിനകത്ത് വളരെ ശക്തമായി ഇടപെടുകയും എന്നാൽ അതിനെയൊന്നും അനുസരിക്കാതെ അത് അസോസിയേഷൻ പാസ്സാക്കി. എന്നാൽ കോടതിയിൽ അത് തടഞ്ഞിരിക്കുകയാണ്. കോടതി അത് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു കാരണത്ത് കോടതികളിൽ നിന്നുണ്ടായാൽ അത് ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ ഒരിക്കലും ബാധിക്കരുത് എന്നുള്ളതായ നല്ലൊരു ആഹ്വാനമാണ് ഈ യോഗം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ തന്നെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയോട് ഞങ്ങൾ അപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയെ മലങ്കരയിലേക്ക് അയക്കും. അദ്ദേഹം ഈ യോഗത്തിൻ്റെ ആദ്യോടന്തവും പിന്നെ കുറച്ച് ദിവസങ്ങളോട് ഇവിടെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അഭിനന്ദനായ അന്ത്രേവസ് ബാഹി ആ തിരുമേനിയാണ് ഇവിടെ വന്നു ചേരുന്നത്. ആ തിരുമേനി 9-ാം തീയതി രാവിലെ വള്ളംകുളത്തുള്ള ഏലിയാസ് തൃതീയൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. 90% സുറിയാനിയിലായിരിക്കും വിശുദ്ധ കുർബാന. അതിനുശേഷം എല്ലാവരും തിരുമൂലയിലുള്ളതായ ഈ ഹാളിലേക്ക് പോകും. അവിടെ ഉച്ചവരെ ധാരാളം കലാപരിപാടികളും പള്ളികളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സമിതിയിൽ നിന്നുമൊക്കെ അവിടെ പുരാതന പാട്ട്, ആരാധനാഗീതം, ഡാൻസ്, സോളോ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് എന്ന് തുടങ്ങുന്ന അനേക പരിപാടികൾ ഉച്ചവരെയുണ്ട്. 1 മണിയാകുമ്പോൾ ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് 2 മണിക്ക് വനിതാ സമാജം ആരംഭിക്കും. അതിലും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. 3:30 യോഗം അവസാനിക്കും. 4 മണിക്ക്
പാത്രിയർക്ക പ്രതിനിധിയെ സ്വീകരിക്കും. മറ്റേ മെത്രാപ്പൊലീത്ത നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിൽ നിന്നും, അതുപോലെ തന്നെ യാക്കോബായ സഭയിൽ നിന്നും, അതുപോലെ കനാനയ കത്തോലിക്ക കോട്ടയം രൂപതയുടെ സഹായ മെത്രാപ്പൊലീത്തയൊക്കെ അതിൽ സംബന്ധിക്കും. സമുദായ നേതാക്കളൊക്കെ അതിൽ സംബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ആ 4:30 പൊതുസമ്മേളനം ആരംഭിക്കുകയും അതോടുകൂടി ഈ യോഗം അവസാനിക്കുകയും ചെയ്യുന്നാൽ അതിനുശേഷം ചില കലാപരിപാടികളും ചില പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇതാണ് ഈ യോഗത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം. ആദ്യമേ പറയുന്നത് ഇതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. സമുദായം നാളിതുവരെ യുഗയുഗാന്തരങ്ങളെ പരിപാലിച്ചിരിക്കുന്ന ഈ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരുന്ന ഒരു കാര്യവും ഈ സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല. മൈക്ക് കിട്ടുമ്പോഴും അല്ലെങ്കിൽ വേദി വരുമ്പോഴും ഈ സിംഹാസനത്തെ ത്യജിച്ചു പറയുന്ന ആ പ്രവണത ഈ സമുദായത്തിലെ പ്രബുദ്ധരായ ആളുകൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് സമുദായത്തിൻ്റെ ഈ സിംഹാസനത്തോടുള്ള ഭക്തിയും കൂറും നിലനിർത്തുന്നതിനാണ് ഞങ്ങൾ ഈ യോഗം കൂടുന്നത്. ഇതൊരു ആരംഭം മാത്രമേ ഉള്ളൂ. ഇനിയും ഈ സമുദായത്തിൽ നിലനിൽക്കുന്നതായ അസമാധാനമൊക്കെ ശാന്തതയിലേക്ക് വരണം. അതുമൊക്കെ ഞങ്ങളുടെ അജണ്ടയിലുണ്ട്. പരസ്പരം അനുവദിക്കാവുന്നതും അംഗീകരിക്കാവുന്നതുമായ പല ഘടകങ്ങളും കൊണ്ടുവന്ന് ഈ സമുദായത്തിൻ്റെ വിഷയങ്ങളൊക്കെ തീരണം. ഏറ്റവും പ്രധാനമായി അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിധേയത്വം നിലനിർത്തി പാത്രികീസ് ബാവായ്ക്കുള്ള പരമാധികാരം നിലനിർത്തി ഈ സമുദായത്തിന് മേഖലകളിൽ പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള ഒരുമിച്ച് മുന്നേറുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചോദിക്കേണ്ട തിരുമേനിയുണ്ട്. നമുക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ജ്ഞാനായ സമുദായത്തിലെ ബേസിക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഒരു മെത്രാപ്പോലിത്തയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു മെത്രാപ്പോലിത്ത ഉള്ളപ്പം ഉണ്ടായ ഭരണഘടനയായത്. ഇതിലെല്ലാം ഒരു മെത്രാപ്പോലിത്തയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഭരണഘടന നിലനിൽക്കുന്നത്. ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് 3 സഹായ മെത്രാപ്പോലിത്തന്മാരെ വാഴിച്ചു അസോസിയേഷൻ നിശ്ചയപ്രകാരം. അതിനുശേഷം ജ്ഞാനായ അസോസിയേഷൻ 3 മേഖലകളായിട്ട് സമുദായത്തെ തിരിച്ചിട്ട് 3 മേഖലയുടെ ചുമതല ഓരോരുത്തർക്കും കൊടുത്തു. പക്ഷെ അങ്ങനെ കൊടുത്തെങ്കിലും ഈ മേഖല മെത്രാപ്പോലിത്തന്മാർ എങ്ങനെയാണ് ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു നിർവചനം ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇത് വിഭജനം നടന്നത്. അതിന് 2013 അസോസിയേഷൻ ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുകയും ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഇവരുടെ മേഖലകളിൽ ഇവരെങ്ങനെ പ്രവർത്തിക്കണം എന്ന് നിശ്ചയിച്ച് ഒരു അസോസിയേഷൻ നിശ്ചയം പാസ്സാക്കി. അത് വാസ്തവത്തിൽ സമുദായ മെത്രാപ്പോലീത്ത അംഗീകരിച്ച് 1 വർഷക്കാലം നടപ്പിലാക്കി. ആ 1 വർഷക്കാലം അതിന് പ്രകാരം ട്രാൻസ്ഫർ നടന്നു, പട്ടം കൊടുക്കുന്നത് നടന്നു, പള്ളി കുദാശ നടന്നു, അസോസിയേഷൻ നടന്നു, മിനിറ്റ്സ് അപ്രൂവൽ നടന്നു, എല്ലാം നടന്നു വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് തോമസ് ഏലിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കേസ് കൊടുത്തു. ഇത് ശരിയല്ല, ഈ ഭരണഘടന പ്രകാരം ഒരു മെത്രാപ്പോലിത്തായേ ഉള്ളൂ, അദ്ദേഹത്തെ സഹായിക്കാനാണ് ഇവരെ ചുമതലപ്പെടുത്തിയത്, അതുകൊണ്ട് ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ പാടില്ല എന്നും പറഞ്ഞ് ആ ഭരണഘടനാ ഭേദഗതി റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞൊരു കേസ് കൊടുത്തു. ഇത് പറഞ്ഞിട്ട് നമുക്ക് അത് കൊടുത്തപ്പോൾ കോടതി അത് തൽക്കാലത്തേക്കൊന്ന് സ്റ്റേ ചെയ്തു. അപ്പോൾ സമുദായ മെത്രാപ്പോലിത്ത പറഞ്ഞു ഇനി മുതൽ പഴയ ഭരണഘടന പ്രകാരമാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് ജ്ഞാനായ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അതായത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു മേഖലയിൽ ഈ മെത്രാപ്പോലിത്തന്മാരായി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഒരു സുസ്ഥാതിക്കുണ്ട്, പട്ടം കൊടുക്കുക, പള്ളി കുദാശ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അധികാരപത്രം. അപ്പം ഇവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരപത്രപ്രകാരം അവരുടെ മേഖലയിൽ പോലും അവർക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അവരുടെ മേഖലയിൽ പ്രവർത്തിച്ചാൽ അത് പ്രശ്നം. അപ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് നല്ല കൃത്യമായ നിർവചനം ഭരണഘടന ഭേദഗതി ഉണ്ടാക്കിയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സമുദായ മെത്രാപ്പോലിത്ത അതിന് തയ്യാറാകാതെ വന്നതാണ് സമുദായത്തിലെ പ്രശ്നങ്ങളെന്നാണ്, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ കൂട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അസോസിയേഷൻ ഭാരവാഹികളും
അതും കൂടെ ആയപ്പോൾ ശരിയായി. ഈ പറഞ്ഞ പോലെ ഇനാം പേജിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വന്നിരിക്കുന്ന സമുദായ ഭാരവാഹികൾ, ഇപ്പോൾ സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ കളിക്കാൻ ശ്രമിക്കുക ഇതിനകത്ത്. കാരണം ഈ ജ്ഞാനായ സമുദായം, ഈ ഭദ്രാസനം എന്ന് പറയുന്നത് സാമൂഹ്യവും ആത്മീയവും ചേർന്നതാണ്. സഭാപരമായ കാര്യങ്ങളിൽ എപ്പിസ്കോപ്പൽ സ്വഭാവമുള്ള ഈ സഭ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഈ കാലം അത്രയും. സമുദായ സെക്രട്ടറിക്കുള്ള റോൾ എന്താണെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ഭരണഘടന നിർവചിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അദ്ദേഹം ഇപ്പം മൊത്തം ഭരണാധികാരിയായിട്ട് വൈദികരുടെ മേലും മറ്റു കാര്യങ്ങളിലും എല്ലാം പിന്നെ ഇത് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആളുകളുടെ ഇടയിൽ വലിയ ഭിന്നതയാണ് ഇപ്പോൾ വാസ്തവത്തിൽ. പണ്ട് കെട്ടുറപ്പിൻ്റെ കാര്യത്തിൽ ജ്ഞാനായ സമുദായത്തിലെ ആളുകൾ വലിയ ശക്തരാണ്, കെട്ടുറപ്പാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിർഭാഗ്യവശാൽ എവിടെ ചെന്നാലും നിങ്ങളുടെ പ്രശ്നം എന്തായി, നിങ്ങളുടെ പ്രശ്നം എന്തായി എന്ന് ചോദിക്കത്തക്ക രീതിയിൽ വളരെ അവഹേളിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. ആ കൂട്ടത്തിലാണ് പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവ തിരുമനസിനെ അനുസരിക്കാതെ പോകുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്തും ഇങ്ങനെ അവസ്ഥ സമുദായത്തിൽ ഉണ്ടായിട്ടില്ല. ക്ലീമീസ് തിരുമേനി എത്രയോ പ്രഗത്ഭനായിരുന്നു. 50 വർഷം ഈ സമുദായത്തെ നയിച്ച ക്ലീമീസ് തിരുമേനി അദ്ദേഹവും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയ്ക്ക് കീഴ്പ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ബാവ അവിടുന്ന് പേട്രിയാർക്കേറ്റിൽ നിന്നൊരു നിർദ്ദേശം വന്നാൽ ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈൻറ്റ്. തിരുമേനി അങ്ങനെ ഇത്രയും സീനിയറായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അദ്ദേഹത്തെ മറുതലിക്കുന്ന എന്ത് വന്നാലും ഉടനെ കേസാണ്, കോടതിയിൽ പോകും, അന്നേരം കേസും. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഇപ്പം പല പല നടപടികൾ പല ഘട്ടമായിട്ട് കൊടുത്ത ഉപദേശങ്ങളെല്ലാം ലംഘിച്ചാണ് ഈ പ്രത്യേകിച്ച് സെക്രട്ടറിയുടെ പ്രേരണയാണ് ലംഘിച്ചാണ് മെത്രാപ്പൊലീത്തയുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനവും വലിയ മെത്രാപ്പൊലീത്ത സ്ഥാനവും അവിടുന്ന് ദാനമായിട്ട് കൊടുത്തതാണ്. പേട്രിയാർക്കേറ്റിൽ നിന്ന് ഡെക്കറേഷനായിട്ട് കൊടുത്തതാണ്. അതവർ തിരിച്ചെടുത്ത് ഒരു വാണിംഗ് കൊടുത്തിട്ട് പിന്നെയും വീണ്ടും കേസുകളും അതിൻ്റെ പുറത്ത് കേസുകളും പാത്രികീസ് ബാവയ്ക്കെതിരെ കേസ് വരെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് എതിരെ കൊടുത്ത കേസിന് അഫിഡവിറ്റ് ഇദ്ദേഹം കൊടുത്തു. അനുകൂലിച്ച് അഫിഡവിറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവ് അവിടുന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും യാക്കോബായ സഭയിലൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. മെത്രാപ്പൊലീത്തന്മാർ അത് അംഗീകരിക്കും, അത് കഴിഞ്ഞ് തിരുത്തും, അവരെ തിരിച്ചെടുക്കും. ഇതൊരു സ്വാഭാവിക നടപടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഈ പറഞ്ഞ പോലെ അവരെ ഇളക്കി, ആ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഇളക്കി പരിശുദ്ധ സിംഹാസനത്തിനെതിരെ പിന്നെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ ചിത്രം അപ്രയം സെമിനാരിയിൽ കത്തിക്കുക, അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ബാവായെ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്ഷേപിക്കുന്നവരെ സെമിനാരിൽ വിളിച്ച് മോൻ്റെ കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ അതിനൊക്കെ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു നിലപാടുണ്ട്. അത് വന്ന് അതിൻ്റെ പാരമ്യത്തിലായി. അപ്പോഴെല്ലാം ആളുകൾ പ്രതികരിക്കാതിരിക്കുക. എന്തിനാ നമ്മളെന്ന് ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചാൽ ഉടനെ അവൻ്റെ അപ്പനെയും വല്യപ്പനെയും എടുത്തിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് കൂടെ ചീത്തയാക്കും. അതുകൊണ്ട് ആരും അങ്ങനെ അനങ്ങാതിരുന്നു. പക്ഷേ ഇനി അത് മുമ്പോട്ട് പോയാൽ ഇത് കമ്മ്യൂണിറ്റി ലിക്വിഡേറ്റ് ചെയ്ത് പോകും. ഞങ്ങൾക്ക് കുറേ പ്രത്യേകതകളുള്ളൊരു സമൂഹമാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള സമൂഹമാണ്. ഞങ്ങളുടെ എൻഡോഗമി, സ്വവംശ വിവാഹമൊക്കെ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പുതിയ തലമുറ വരുമ്പോഴത്തേക്കിനും അത് പോവുക. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഈ നിലയിൽ പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജ്ഞാനായ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സംഗമം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ യോഗം ഇവിടെ നമ്മൾ പിന്നെ നടത്താനായിട്ട് തീരുമാനിച്ചത്. സമാന ചിന്താഗതിയുള്ള ആളുകളെ ഒന്നിച്ചു കൂട്ടി ഇവരുടെ ഈ തെറ്റായ നടപടികൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും വലിയ ഇവർ ചെയ്തൊരിതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പിതാക്കന്മാർ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി എഴുതിയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്ത് പറയുന്നുണ്ട് പരിശുദ്ധ സിംഹാസനവുമായിട്ടുള്ള ബന്ധം, ജ്ഞാനായ സമുദായത്തിൻ്റെ ബന്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അസോസിയേഷൻ അധികാരമില്ലെന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി ബാവയുടെ അധികാരത്തെ എല്ലാം ലഘൂകരിക്കുന്ന പിന്നെ എന്താ പറയുക ഭരണഘടനാ ഭേദഗതികളാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 ഇലക്ഷനിൽ ചില രാഷ്ട്രീയക്കാരുടെ കളികൾ പോലെ സമുദായത്തിൽ ചില അട്ടിമറികൾ നടത്തി ഇവർക്കൊരു മെജോറിറ്റി ഉണ്ടെന്നുള്ളൊരു ശരിയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മെജോറിറ്റി ലഭിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മെത്രാപ്പോലിത്ത തന്നെ പള്ളികൾ തോറും നടന്ന് എൻഡോഗമിക്കെതിരെയാണ് പാത്രികീസ് ബാവ, നമ്മുടെ പാരമ്പര്യങ്ങൾക്കെതിരെയാണ്, നമ്മുടെ എൻഡോഗമിക്കെതിരെയാണെന്ന് പ്രസംഗിച്ചാണ് ഒരു ഇതുണ്ട്. അതിനു മുമ്പ് 1-2 പേരെ പിന്നെ മർദ്ദിച്ച് അവരുടെ മർദ്ദനത്തിൻ്റെ കഥ പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഇനിയിപ്പോൾ അത് അല്ല, ജനങ്ങൾ പ്രതികരിക്കും എന്ന് വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം. ഇതിനെ തടസ്സപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്, പിന്നെ ഇതിനാരും പങ്കെടുക്കരുത്, അച്ഛന്മാരാരും പങ്കെടുക്കരുത്, പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ എന്നാലും ജനങ്ങളത് ഏറ്റെടുത്തു കഴിഞ്ഞു. നിശ്ചയമായിട്ടും ഇതൊരു വലിയ സംഘമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
മെത്രാപ്പൊലീത്ത ക്ഷണിച്ചിട്ടുണ്ട്. മെത്രാപ്പൊലീത്തയ്ക്ക് ഞങ്ങൾ വളരെ വിശദമായിട്ട് കത്തയച്ചിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, പരിശുദ്ധ പാത്രിയർക്കീസ് ബാബായുമായി നിരപ്പായാൽ അങ്ങായിരിക്കും ഈ യോഗത്തിൻ്റെ മുഖ്യ ആകർഷണം, അങ്ങാണ് മുഖ്യ അതിഥി അങ്ങായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിതേ ഉള്ളൂ, പരിശുദ്ധ സിംഹാസനവുമായിട്ട് അദ്ദേഹം നിരപ്പാകണം. അതൊരു അൺകണ്ടീഷണൽ സറണ്ടർ, അല്ലാതെ പിന്നെ വ്യവസ്ഥ വെച്ചുള്ള സറണ്ടർ ഒന്നുമല്ല. കാരണം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പട്ടം കൊടുക്കുമ്പോൾ അദ്ദേഹം ചൊല്ലിയിരിക്കുന്ന പ്രതിജ്ഞയ്ക്കകത്ത് പറയുന്നുണ്ട്, എന്ന് ഞാൻ അങ്ങയുടെ നിശ്ചയങ്ങൾക്ക്, സൽമൂസായിക്കകത്ത് പറയുന്നുണ്ട്, എന്ന് ഞാൻ അങ്ങയുടെ നിശ്ചയങ്ങൾക്കെതിരായി നിൽക്കുന്നു, അന്ന് ഞാൻ സ്വയം ഉരിയപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത, മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്ത വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയൊക്കെ ലംഘിച്ചു. പിന്നെ ഇവിടെ ലോ ഓഫ് ദ ലാൻഡ് വെച്ച് കോർട്ടിൽ നമ്മളൊരു കേസ് പോയാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതിന് വരുന്ന ചില സെറ്റ് ബാക്സ് ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ക്നാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു കാരണവശാലും അന്ത്യോക്യ ഇല്ലാതെ, ഞാൻ സത്യസന്ധമായി ഇവർക്ക് അതിൻ്റെ ഗൗരവം അറിയാൻ വേണ്ടിയിട്ട്, ഈ സിംഹാസനത്തിൻ്റെ ഈ അന്ത്യോക്യ ബന്ധം ഉപേക്ഷിച്ചാൽ ക്നാനായ സമുദായം എന്ന് പറയുന്നത് വെറും ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ ക്ലബിൻ്റെ വാല്യൂ ഉണ്ടാവുകയുള്ളൂ, അതിനുള്ള അംഗസംഖ്യയേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ, അതിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളൊന്നുമില്ല, ഒരു വിഷയവുമില്ല, യാതൊരു വിഷയമില്ല അതിനകത്ത്. നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല, എന്നാലും ഞാൻ എഴുതാൻ പറയുകയല്ല. ഇവിടെ ഒരു പ്രശ്നം, നിങ്ങൾ എഴുതാൻ പറയുകയല്ലോ, ഞാൻ എഴുതല്ലേ, അത് ഞാൻ നമ്മൾ തമ്മിലുള്ളൊരു ഇതിൻ്റെ പറയാം. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വലിയ മെത്രാപ്പൊലീത്തായുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹം ഇവരെ വിളിച്ച് 3 പേരെയും കൂടെ വിളിച്ചിരുത്തി എന്താ നമുക്ക് വേണ്ടേ അത് ആലോചിച്ച് ചെയ്യേണ്ടതിന് പകരം അദ്ദേഹം ഈ പറയുന്ന ആളുകളുടെ എന്നാ പറയുന്നത്, അടിമപ്പെട്ട് കിടക്കുന്നു, എന്തോ ബാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് ഞങ്ങൾ പറയും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പരിശുദ്ധ സിംഹാസനത്തോട് അദ്ദേഹം നിരപ്പാകേണ്ടതില്ലേ? ഇവർക്ക് മെട്രോപൊളിറ്റൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല. ആ ഫോറം അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചതാണ്. അദ്ദേഹം കഴിഞ്ഞ പേട്രിയാർക്കിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കൂടാനൊരു ഫോറം വേണമെന്ന് പറഞ്ഞ് ആ കൽപ്പനയ്ക്കകത്ത് പറയുന്നുണ്ട്, നിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ മെത്രോപൊളിറ്റൻ കൗൺസിൽ രൂപീകരിക്കും. ഇപ്പോൾ പുള്ളി പറയുന്നത് മെത്രോപൊളിറ്റൻ കൗൺസിൽ വേണ്ട, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അതില്ല, അതുകൊണ്ട് കൗൺസിൽ വേണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് ബന്ധപ്പെട്ട് നോക്കി, ഒരുപാട് പേര് ഇടപെട്ട് നോക്കി, ഇതൊന്നും തീരുന്നില്ല. അതിനൂടെ ഞാൻ പറഞ്ഞില്ലേ, പുതിയ ജനറേഷൻ അങ്ങ് പള്ളികളിലെ ഈ ഭിന്നത കാരണം സഭ വിട്ടുപോവുക. അവർക്കാർക്കും ഇതിനകത്ത് നിൽക്കണമെന്നൊന്നും ഇപ്പോൾ ഒരു താല്പര്യം. എന്തിനാ പള്ളിയിൽ പോകുന്നത്? എൻ്റെ മോള് ചോദിക്കും, എന്തിനാ പള്ളിയിൽ പോകുന്നത്, വഴക്കുണ്ടാക്കാൻ എന്തിനാ പള്ളിയിൽ പോകുന്നതെന്ന് ചോദിക്കുന്നു. അതിൻ്റെ ആ ഒരു ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മെത്രാപ്പൊലീത്ത എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആക്ഷേപം. 22 വർഷമായി ഒരു പുതിയ പ്രോജക്റ്റ് ഇല്ല, 22 വർഷമായി ഒരു പുതിയ പദ്ധതിയില്ല. വിശ്വാസപരമായോ ആത്മീയപരമായോ ഇവരെ ജനങ്ങളെ വളർത്തുന്നതിനുള്ള ഒരു പദ്ധതി ഈ 22 വർഷത്തിനാണ് ഉണ്ടായിട്ടില്ല. ഇവരൊക്കെ പല പ്രോജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്നും സാങ്ഷൻ ചെയ്തിട്ടുമില്ല. അതായത് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പം കുറേ കെട്ടിടം പണിയുന്നുണ്ടെന്നാണ് പറയുന്നത്. തോട്ടക്കാട് കെട്ടിടം പണിയുന്നു, അവിടെ സെമിനാരി പുതുക്കി പണിയുന്നു. ഇതൊക്കെയാണ് പിന്നെ വികസനം എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇതിനെതിരെ ഇത്രയും നാൾ ആളുകളെല്ലാം എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ജനം അതിൻ്റെ അപകടം മനസ്സിലാക്കി രംഗത്ത് വരാൻ തയ്യാറായതുകൊണ്ടാണ് ഇങ്ങനൊരു സംഗമം നമ്മൾ സംഘടിപ്പിച്ചത്. സമുദായ സംഘടനകളുടെ പ്രവർത്തനത്തിൽ പോലും വിഭാഗീയതയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന വിവിധ പരിപാടികളുണ്ട്, ഒന്നും ഞങ്ങളെ ആരെയും അറിയിക്കാറ് പോലുമില്ല, ഞങ്ങളെ ക്ഷണിക്കാറില്ല. എന്നിട്ട് അനുരഞ്ജനത്തിന് വേണ്ടി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, അവർ വരത്തില്ലെന്ന് വെറുതെയാണ്. കാരണം നമ്മൾ സാധാരണ പറയുന്നതിൽ പായും പരമ്പും ഇല്ലാതെ വിളിച്ചിട്ടില്ല. അതിനകത്തൊക്കെ സ്വാർത്ഥ താല്പര്യം വെച്ച് ഞങ്ങളെ ഒരു വെട്ടിലാക്കി ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പലതിനും പോയിട്ടില്ല. പലതിനും പോയതിനകത്തുനിന്ന് ഇതുപോലുള്ളതായ ക്ലിക്കിലൊന്നും പെടാതെ അവസരം രക്ഷപ്പെട്ടു. ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് മറ്റന്നാൾ പറയുന്നത്, ആ ഒരു രീതിയിലേക്ക് പോയാൽ ഒരു നിജമില്ലാത്ത, ഒരു കൃത്യതയില്ലാത്ത പോക്കാണ് ഈ സമുദായം. അത് മാറണം. ഒരു ക്ലിമിസിനുവിൻ്റെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ക്ലിമിസിന് ഒരു മെത്രാനായതിൻ്റെ പേരിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. ക്ലിമിസിനുവിന് മാത്രമായതുകൊണ്ടല്ല അദ്ദേഹം പറയുന്നത്, അതല്ല. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഏറെ ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്യുള്ളൂ, ഒരു വിഭാഗീയതയും കാണിക്കാതെ. അദ്ദേഹത്തിൻ്റെ കാലത്തും ചെറിയ മത്സരങ്ങളും വഴക്കുകളും കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അദ്ദേഹത്തിനൊരു നല്ല സോളിഡ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ അതിന് 100% അംഗീകാരം കിട്ടുന്ന ഒരു രീതിയായിരുന്നു ഈ സമുദായത്തിലുള്ളത്.
ഇതിപ്പോൾ എല്ലാത്തിനും വിഭാഗീയതയാണ്. ഏത് പരിപാടിയുണ്ട്, ഒരു വിദ്യാർത്ഥികളുടെ മീറ്റിംഗ് കൂടിയാൽ അതിന് ഈ ഭാഗത്തുനിന്നേ ആൾ പാടുള്ളൂ. ഞാൻ കോൺഗ്രസിൻ്റെ കൂടെ ഈ ഭാഗത്തുനിന്നേ ആൾ പാടുള്ളൂ. സുവിശേഷ സമാജത്തിന് കൂടെ ഈ ഭാഗത്തുനിന്നേ ആളാകും. അതുപോലെ തന്നെ മെറിറ്റ് അവാർഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനൊന്നും ഞങ്ങളെ വിളിക്കാറേ ഇല്ല, ഞങ്ങളോട് അറിയിക്കാറുമില്ല. അതുപോലെ ഈവൻ സുവിശേഷ കൺവെൻഷൻ പോലുണ്ട്, അതിനകത്ത് പോലും വിഭാഗീയതയാണ്. അങ്ങനെ മൊത്തമായ ഒരു തകർച്ചയുടെ വക്കിലാണ് ഇന്ന് ഈ സമുദായം. അത് മാറണം. അത് മാറാനുള്ള ഒരു നടപടിയാണ് ഞങ്ങൾ ഈ അന്ത്യോക്യ സിംഹാസനത്തോടും സമാന ചിന്തകളുള്ള ആളുകൾ ഒന്നിച്ചു കൂടി ഒരു ആരോടും വഴക്കുണ്ടാക്കാനല്ല, ആരെയും തോൽപ്പിക്കാനുമല്ല, ആരോടും ജയിക്കാനുമല്ല, പക്ഷെ ഈ സമുദായം നിലനിൽക്കണം. ഇതിന് കൽപ്പിച്ചു തന്നിട്ടുള്ളതായ വിശ്വാസ സത്യങ്ങൾ, പൈതൃകം, പാരമ്പര്യം, ബന്ധങ്ങൾ, ഇതൊക്കെ നിലനിൽക്കണം. കാരണം ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് മുമ്പേ എലിയസൂട്ടി പറഞ്ഞതുപോലെ ഈ സ്വവംശ വിവാഹം. ഇതാണ് എൻഡോഗമി. 1700 വർഷമായിട്ട് ഈ സമുദായം ഇത് പരിപാലിക്കുന്നു. ഇതിന് ഭദ്രാസനമായി രൂപീകരിച്ചത് 1910 അതിന് മുമ്പുള്ള കാലത്തും ഈ സമുദായത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ജ്ഞാനക്കാരായ ആളുകളൊക്കെ തമ്മിൽ വിവാഹം കഴിച്ച ഒരു കുടുംബ അല്ലെങ്കിൽ ഒരു ഏകീകൃതമായ സ്വവംശ വിവാഹത്തിലൂടെയാണ്. അതൊക്കെ മാറി. കാരണം മുമ്പേ പറഞ്ഞ പോലെ പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, എന്തിനാണ് ജ്ഞാനായത്വം എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഒരു കാലത്ത് ജ്ഞാനായക്കാരെന്ന് പറയുന്നത് വലിയ അഭിമാനമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പല സ്ഥലത്തും ഇതൊരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് അതിൻ്റെ ഒരു ചുരുക്കം. ചോദിക്കാനുള്ളത് ശ്രീമനി മറുപടി ചോദിക്കാനുള്ളത് ചോദിക്കാം. ഞങ്ങൾ തമ്മിൽ ഒരു വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ല. ഞങ്ങളെല്ലാം ഈ സ്വവംശ വിവാഹമായാണ്. ഞങ്ങളെല്ലാം ബന്ധുക്കളുമാണ്. ഒന്നല്ല 2 തലമുറ കഴിഞ്ഞാൽ എല്ലാം ബന്ധുക്കളാണ്. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വലിയ വിഷയം അന്ത്യോക്യ സിംഹാസനവും സെവേറുസിനുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മ. അത് മാറും. അതിന് മുമ്പേ ഇലിയസ് പറഞ്ഞതുപോലെ നിബന്ധനകളൊന്നുമില്ല. അൺകണ്ടീഷണൽ സറണ്ടർ അല്ലാതെ അന്ത്യോക്യ സിംഹാസനത്തോട് വേറൊന്നും ഇതിവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പാടില്ല. ജ്ഞാനായ സമുദായം വാസ്തവത്തിൽ ഈ മലങ്കരയിൽ വളരെ പ്രാധാന്യമുള്ളൊരു സമൂഹം. AD 52 സെൻറ് തോമസ് വന്നതിന് ശേഷം നിർജീവമായി പോയി. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹം മൈലാപ്പൂരിൽ കുന്തേറ്റ് രക്തസാക്ഷിയായതിനു ശേഷം എന്നിട്ട് ഇവിടുത്തെ മലങ്കരയുമായിട്ടൊരു ബന്ധം ജ്ഞായിത്തോമായിക്കുണ്ടായിരുന്നു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ AD 345 ജ്ഞായിത്തോമായുടെയും ഉറഹ മർ യോസഫ് ബത്രാൻ്റെയും വൈദികരുടെ നേതൃത്വത്തിൽ മലങ്കരയിലേക്ക് പരിശുദ്ധ പാത്രിക്കീസ്ബായുടെ കൽപ്പന പ്രകാരം ഒരു സമൂഹം കടന്നു വന്നു, ഇവിടുത്തെ സുറിയാനി സഭയെ നിലനിർത്തുവാനായിട്ട്. ആ സുറിയാനി സഭയുടെ സത്യവിശ്വാസം ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം അസന്നിഗ്ധമായിട്ട് ഞങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയും ജ്ഞാനായ സമുദായത്തിൻ്റെ സിറിയൻ കുടിയേറ്റ കൊണ്ട് മാത്രമാണ്. എന്നാൽ പിൽക്കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പോർച്ചുഗീസ് അധിനിവേശമൊക്കെ കടന്നു വന്നപ്പോൾ അന്ന് ഈ പരിശുദ്ധ സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഏറ്റവും മുന്നിൽ നിന്ന് നമുക്കറിയാം, ഉദയംപേരൂർ സുന്നഹദോസിൽ സുറിയാനി സഭയുടെ റെക്കോർഡുകൾ, ആരാധനാക്രമങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു ബിഷപ്പ് ബെനസസിൻ്റെ നേതൃത്വത്തിൽ. എന്നാൽ അവിടെയൊക്കെ ഉറച്ചു നിന്നത് ജ്ഞാനായ സമുദായത്തിലെ വൈദികനായിരുന്ന ആഞ്ഞിലിമുട്ടിൽ എട്ടുത്തമ്മൻ കത്തനാരാണ്. അവിടെ സുറിയാനി സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നേതൃത്വം കൊടുത്തവരാണ് ജ്ഞാനായക്കാർ. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ നവീകരണം കടന്നു വന്നു. അവിടെയൊക്കെ ഈ സഭയെ പിടിച്ചു നിർത്തിയത് കോട്ടയത്തെ വൈദികരായിരുന്നു, ജ്ഞാനായക്കാരെ വൈദികരാണ്. പിൽക്കാലത്ത് വാസ്തവത്തിൽ ഈ സമുദായം വലിയ നേതൃത്വം കൊടുത്തു. ഓർത്തഡോക്സ് യാക്കോബായ ഭിന്നതയുണ്ടായ സമയത്ത് ക്ലിമീസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ സമുദായം കൊടുത്ത നേതൃത്വം പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസത്തെ അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുവാനായിട്ട്. 95 എന്നാൽ 95
സഭാ തർക്കം മൂർച്ഛിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ അന്ത്യോക്യ സിംഹാസനമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് ക്ലീമീസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇവിടെ ക്നാനയക്കാർക്കൊരു ഭരണഘടനയുണ്ടായിരുന്നു. 48 അതിനുശേഷം ഈ 95 ഈ ഭരണഘടന അനുസരിച്ച് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൽ ക്നാനയ സമുദായം നിലനിൽക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് യാക്കോബായ ഓർത്തഡോക്സ് ഭിന്നതയിൽ ഞങ്ങൾക്ക് വലിയൊരു വ്യക്തമായ വിധി ലഭിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് അതിനുശേഷം ഞങ്ങൾക്ക് പിന്നീട് മെത്രാൻ കക്ഷിയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിൽ നിന്ന് നോട്ടീസുകളോ മറ്റേ മലങ്കര അസോസിയേഷൻ നോട്ടീസുകളൊക്കെ വരുമായിരുന്നു. അതുകൊണ്ട് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ ഈ സമുദായം ഇവിടെ മാത്രമല്ല, ക്നാനായ സമുദായത്തിന് മാത്രമല്ല, മറ്റ് സമൂഹത്തിന് സിംഹാസനത്തിൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട്. കാരണം പൗരോഹിത്യത്തിൻ്റെ ഉറവിടം, വിശുദ്ധ കൂദാശകളുടെ ഉറവിടം, വിശുദ്ധ മൂറോൻ്റെ ഉറവിടം എല്ലാം പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നാണ്. നിങ്ങൾ മാർത്തോമ മെത്രാപ്പൊലീത്ത കാലം ചെയ്ത ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം പറയും, ഞങ്ങൾ യാക്കോബായ സഭയിൽ നിന്ന് വേർപെട്ടു പോയാലും ഇന്നും മൂറോൻ പരിശുദ്ധ സിംഹാസനം ഉപയോഗിച്ച മൂറോനാണ് ഉപയോഗിക്കുന്നത്. അവർ കൂട്ടിച്ചേർക്കല്ലാതെ പ്രത്യേകമായ ഒരു ഉദാശ അവർ ഇന്ന് വരെ നടത്തി. ഇഗ്നാത്യോസ് എന്നുള്ള പേര് അവരുടെ സഭയുടെ പരമാധ്യക്ഷൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രമാത്രം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരു സമൂഹമാണ് ക്നാനയ സമൂഹം. അതുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനായിട്ട് ഏറെ ശ്രദ്ധിക്കുകയും ഈ കൊച്ചു സമൂഹമാണെങ്കിൽ പോലും ഏറെ അതിന് മുന്നിട്ട് നിൽക്കുകയും ചെയ്ത ഒരു സമുദായമാണ് ക്നാനയ സമുദായം. 52 വർഷക്കാലം ക്ലീമീസ് തിരുമേനി അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം, ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ക്നാനായ സമുദായത്തിന് ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന പ്രകാരം ക്നാനായ സമുദായം മുന്നോട്ട് പോകുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാകത്തില്ല. ഈ ഭരണഘടന അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നത്. അന്ത്യോക്യ സിംഹാസനമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അഭിനന്ദ തിരുമേനിയും എലിയാസൂട്ടിയൊക്കെ ഓർമ്മപ്പെടുത്തിയത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു, അന്ത്യോക്യ സിംഹാസനവും ക്നാനായ സമുദായത്തെ നിയന്ത്രിക്കുന്ന ഒരു തീരുമാനവും അസോസിയേഷൻ എടുക്കുവാനായിട്ട് പാടില്ല. കൂദാശകൾ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുവാനായിട്ട് സാധ്യമല്ല. മേലധ്യക്ഷതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സാധ്യമല്ല. എന്നാൽ ഇതൊരു എപ്പിസ്കോപ്പൽ സഭയാണ്. സമുദായത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മെത്രാപ്പൊലീത്തായും വൈദിക കൗൺസിലും ഒക്കെ കൂടി. മെത്രാപ്പൊലീത്തായ്ക്ക് ആലോചന കൊടുക്കുന്ന വൈദിക കൗൺസിലാണ്. അതിനകത്തൊക്കെ ഈ കാലവരെയും ക്നാനായ സമുദായത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങൾ ഒരിക്കൽ പോലും ക്നാനായ കമ്മിറ്റിയോ ക്നാനായ അസോസിയേഷനോ ഇടപെട്ടിട്ടില്ല. അവർക്ക് ഭരണപരമായ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, അതിലൊക്കെ ഇടപെടാം. തോട്ടത്തിൻ്റെ കാര്യമുണ്ടെങ്കിൽ ഇടപെടാം, ഹോസ്റ്റലിൻ്റെ കാര്യമുണ്ടെങ്കിൽ ഇടപെടാം, സ്ഥാപനങ്ങളുടെ കാര്യമുണ്ട് ഇടപെടാം. തീർച്ചയായിട്ടും അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ, അതിനകത്ത് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഇടപെടാം. പക്ഷേ ആത്മീയ കാര്യങ്ങൾ മെത്രാപ്പൊലീത്തായും വൈദിക കൗൺസിലും വൈദിക യോഗമൊക്കെ കൂടിയാണ് തീരുമാനിച്ചുകൊണ്ട്. എന്നാൽ ഈ കുറേ നാളുകളായിട്ട് മെത്രാപ്പൊലീത്തന്മാർ പള്ളികളിൽ കയറാൻ പാടില്ല, മെത്രാപ്പൊലീത്തന്മാരെ ഒരു പരിപാടികൾ സംബന്ധിപ്പിക്കുവാനായിട്ട് പാടില്ല, മെത്രാപ്പൊലീത്തന്മാർ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ക്നാനായ കമ്മിറ്റിയും ക്നാനായ അസോസിയേഷനും തീരുമാനമെടുത്തതോടുകൂടിയാണ് ഈ സമുദായത്തിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. 2013 ഭരണഘടന പാസ്സാക്കി അത് നടപ്പിൽ വരുത്തിയതായിട്ട് മെത്രാപ്പൊലീത്ത കൽപ്പന പുറപ്പെടുവിച്ചു. അതിൻ്റെ കോടതി വിധി, ഹൈക്കോടതി വിധി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2003 ഭരണഘടനയാണെങ്കിലും എവിടൊക്കെ ഭേദഗതി വരുത്തിയിട്ടുണ്ടോ അതുകൂടെ കൂടി ഈ സമുദായത്തിൽ നടപ്പിലാക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പിസ്കോപ്പസിയുടെ മേൽ എവിടെയാണോ കൈവച്ചത് അന്നു മുതലാണ് ഈ സമുദായത്തിൽ ഭിന്നതകളും അതോടൊപ്പം തന്നെ വേർകൃത്യങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ സംഗമം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ പ്രത്യേക അനുഗ്രഹാശിസ്സോടുകൂടി അവിടുന്ന് പ്രത്യേക പ്രതിനിധി ഇവിടെ കടന്നു വരുന്നുണ്ട്. ഈ സഭയുടെ എപ്പിസ്കോപ്പസി നിലനിർത്തണം, ഈ സഭയുടെ സത്യവിശ്വാസം നിലനിർത്തണം, ക്നാനായ സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങൾ നിലനിർത്തണം, അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ എൻഡോഗമി, സ്വവംശ വിവാഹം, ഇതെല്ലാം കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. ഇതാരോടും വെല്ലുവിളിക്കുവാനായിട്ടല്ല, ആരെയും പരാജയപ്പെടുത്തുവാനായിട്ടല്ല. ഈ വിശ്വാസം ഞങ്ങൾ ആഞ്ഞിലിമുട്ടിൽ എട്ടിത്തമ്മൻ കത്തനാരും കോട്ടയത്തെ വൈദികരും ജ്ഞാനായക്കാരായ വൈദികരുമൊക്കെ ക്ലീമീസ് തിരുമേനിയൊക്കെ കാണിച്ചു തന്ന
ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഈ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്ര കാലം ഞങ്ങൾ വളരെ സംയമനത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കണ്ടത്. മേഖലകളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം പിൻവലിച്ച് യാതൊരു വിധമായ ക്രമീകരണങ്ങളും ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ദുഃഖവും പ്രയാസവും ഒക്കെ പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്കുണ്ട്. കാലം ചെയ്ത ബാവയുടെ കാലത്ത് എത്രയോ പ്രാവശ്യം അവിടെ പോയി സഭാ ഭാരവാഹികളും മെത്രാപ്പോലീത്തന്മാരും ഒന്നിച്ചിരുന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന രേഖയുണ്ടാക്കി. അത് ഇവിടെ വന്നപ്പോൾ അത് കാറ്റിൽ പറത്തി. 15 നിർദ്ദേശം ഇപ്പോഴത്തെ പാത്രികീസ് ബാവയുടെ കാലത്ത് 15 നിർദ്ദേശങ്ങൾ നൽകി. ഇതെല്ലാം കോടതികൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സമാന്തര ഭരണം ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ അത് വാസ്തവത്തിൽ ഈ സഭയുടെ കടയ്ക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളൊക്കെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് മെത്രാപ്പൊലീത്തന്മാരായി കടന്നു വന്നില്ല. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനായിട്ട് സഭയുടെ ഭരണഘടന പ്രകാരവും ആ ഭരണഘടന അനുസരിച്ചുള്ള പരിശുദ്ധ പാത്രികീസ് ബാവയുടെ സ്ഥാനങ്ങളും അധികാരങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത് ഒരു ഉറച്ച സംഗമമാണ് അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സംഗമം. ഈ 8, 9 തീയതികളിൽ നടക്കുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ അതിൽ വന്ന് സംബന്ധിച്ച് ഇത് വിജയപ്രദമാക്കി തീർക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഉറക്കെ പറയാമോ? കേട്ടില്ല. കൂടുതൽ അധികാരമൊന്നുമില്ല. ആ ഭരണഘടന ഭേദഗതി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ അധികാരങ്ങളൊന്നും അവർക്ക് നൽകിയിട്ടില്ല. അവർക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ, ഞാനൊരു ഉദാഹരണം പറയാം, വൈദികര ട്രാൻസ്ഫർ ഒരു പ്രധാന കാര്യമാണ്. അതിന് ഭരണഘടന ഭേദഗതി പറയുന്നത് 3 വർഷത്തിലൊരിക്കൽ എല്ലാ അച്ഛന്മാരും വലിയ മെത്രാപ്പൊലീത്തായുടെ കീഴിൽ വരും. ഓരോ മേഖലയ്ക്കും എത്ര അച്ഛന്മാരെ വേണമെന്നുള്ളത് വലിയ മെത്രാപ്പൊലീത്ത തീരുമാനിച്ചു കൊടുക്കും. ഉദാഹരണത്തിന് കല്ലിശ്ശേരി മേഖലയ്ക്ക് 20 അച്ഛന്മാരെ വേണമെങ്കിൽ ആ 20 അച്ഛന്മാരാണ് ആരാണെന്ന് നിശ്ചയിക്കുന്നത് വലിയ മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹം കൊടുക്കും. അങ്ങനെ വിഭജിച്ച് കൊടുക്കുന്ന അച്ഛന്മാർ ആ മേഖലയിൽ ഏത് പള്ളിയിൽ പോകണമെന്നുള്ളത് ആ മേഖലയിലെ മെത്ര ഇത് അംഗീകരിക്കാൻ ഒക്കുന്നില്ല. അവിടെയാ പ്രശ്നം. ഇത് അംഗീകരിച്ച് നടപ്പിലാക്കിയത് ഒരു വർഷം വളരെ സ്മൂത്തായിട്ട് പോയതാ. 2013 ഭരണഘടന പ്രകാരം 2 തവണ 3 വർഷം നടന്നതാ. അപ്പൊ ആരോ ചെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് എല്ലാ പള്ളിയിലും നേരിട്ട് കൊച്ചു സമൂഹമല്ല, നമുക്ക് നേരിട്ട് ഇത് ചെയ്യണം. അങ്ങനെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ അതിന് നേരിട്ട് ഇവരുടെ മുകളിൽ കൂടെ കൊണ്ട് സൂപ്പർസൈഡ് ചെയ്ത് അവിടെ കൊണ്ട്. അതുപോലെ ആ ഭരണഘടനയ്ക്കകത്ത് വേറെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ മിനിറ്റ്സ് ഉണ്ട്, പുതിയ മിനിറ്റ്സ് പള്ളികളിലെ. അത് ഇപ്പം നേരത്തെ ഒരു മെത്രാപ്പൊലീത്തുള്ളപ്പോൾ അദ്ദേഹം അംഗീകരിക്കുന്നത്. ഇപ്പം മേഖലകളായപ്പോൾ നമ്മൾ പറഞ്ഞു മേഖലാ മെത്രാപ്പൊലീത്തന്മാരുടെ കൗണ്ടർ സൈനോട് കൂടി വലിയ മെത്രാപ്പൊലീത്താക്കി കൊടുക്കണം. അദ്ദേഹം അത് അംഗീകരിക്കും. അത് പറ്റത്തില്ല, പുള്ളിക്ക് നേരിട്ട് വേണം, ഇവരിലൂടെ വേണ്ട. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പുള്ളിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഈ പ്രതിഫലിക്കുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പള്ളി ഉപദേശങ്ങളും പട്ടം കൊടുക്കലും എല്ലാം തന്നെ വൈദിക ട്രാൻസ്ഫറും എല്ലാം ഒരു വ്യക്തിക്ക് തന്നെ ചെയ്യണം. അവിടെയാണ് പ്രശ്നം. മേഖലാ മെത്രാപ്പൊലീത്തമാർക്ക് ഒരു ചുമതലകളും കൊടുക്കുന്നില്ല. മേഖലാ മെത്രാപ്പൊലീത്തമാർക്ക് ചുമതലകൾ കൊടുക്കുന്നതിനുള്ള അവരുടെ കഴിവുകളെ ഈ സമുദായത്തിന് വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മേഖലാ മെത്രാപ്പൊലീത്തമാരെ വെറുതെ ഇരുന്നോളാം, എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള മനോഭാവമാണ് ഈ സമുദായത്തിൽ ഇപ്പോൾ ഉണ്ടായതായ ഈ പ്രശ്നങ്ങളുടെ മുഖ്യ കാരണം. 2013 ഭരണഘടനയുടെ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് ഞങ്ങൾ പലവട്ടം ചോദിച്ചിട്ടും അതിനകത്തെ ഒരു ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് വലിയ മെത്രാപ്പൊലീത്തയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വളരെ സുഗമമായിട്ട് 2013 ഭരണഘടന പ്രകാരം ഭരണം നടന്നതാണ്. ആ ഭരണഘടനയ്ക്കെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്.